ഏഷ്യ കപ്പിലെ ഗ്ലാമർ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആധികാരിക ജയം. 7 വിക്കറ്റിന് പാകിസ്ഥാനെ തകർത്തു. 47 റൺസെടുത്ത് പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് വിജയലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ അനായാസമായി എത്തിച്ചത്. 127 റൺസിന് പാകിസ്ഥാനെ ഇന്ത്യൻ ബൌളർമാർ വരിഞ്ഞുകെട്ടിയിരുന്നു. സോണൽ കൃഷ്ണയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. സോണൽ, യഥാർത്ഥത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വല്ലാത്തൊരു ആവേശമാണ്. ഇത്തവണ പ്രത്യേകിച്ചും ആദ്യത്തെ ഓവറുകളിൽ തന്നെ ഏതാണ്ട് കളിയുടെ ഗതി നമുക്ക് മനസ്സിലാക്കി തന്ന ഒരുതരം അനായാസ ജയം തന്നെ. പറയൂ അനശ്വര. തീർച്ചയായിട്ടും നമ്മുടെ ടീം ഡബിൾ സ്ട്രോങ് ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കളിയുടെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടുനിന്നത് എന്നുള്ളതാണ് കായിക പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു മത്സരം എന്ന് തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും. ആദ്യ ബൗളിൽ ഹർദിക്കെറിഞ്ഞ ആദ്യ ബൗളിൽ തന്നെ വിക്കറ്റ് വീഴുന്ന കാഴ്ച അപ്പോൾ തന്നെ ഗാലറിയിൽ നമ്മൾ കണ്ടതാണ്. കാണികളുടെ ഒരു ആവേശം അത് ഇന്ത്യയിൽ ഒന്നാകെ, ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ അത് ആഘോഷമാക്കി വരുന്ന കാഴ്ച. പിന്നീട് തുടർച്ചയായ അറ്റാക്കിംഗ് രീതിയിലായിരുന്നു ബൗളിംഗ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാന്റെ ബാറ്റിംഗ് തകർച്ച നമ്മൾ തുടർച്ചയായി കണ്ടു. കുൽദീപിന്റെ പ്രകടനമെല്ലാം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. എല്ലാ ബൗളേഴ്സും, ഇന്ത്യയുടെ എല്ലാ ബൗളേഴ്സും തുടർച്ചയായി കൃത്യമായ രീതിയിൽ അവർ ബോൾ ചെയ്തു. പാകിസ്ഥാന്റെ ബാറ്റിംഗ് പൂർണ്ണമായി തകർത്തുടയ്ക്കുന്ന ഒരു കാഴ്ച, എറിഞ്ഞിടുന്ന, അതായത് പാകിസ്ഥാനെ കൃത്യമായ ടാറ്റിക്സോട് കൂടി എറിഞ്ഞിടുന്ന കാഴ്ച നമ്മൾ അവിടെ കണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് സഞ്ജുവിനെ തന്നെയാണ്. സഞ്ജു കൃത്യമായിട്ടുള്ള പങ്ക് അതിൽ വഹിക്കുന്ന കാഴ്ച കണ്ടു. സൂര്യകുമാർ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായി തന്നെ തന്റെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച, അത് ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി കഴിഞ്ഞത്. 127 എന്ന റൺസിൽ ആ പാകിസ്ഥാനെ ഒതുക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വലിയ ടീം, ഈ രണ്ടും തുല്യ ശക്തികളായി വരുന്ന ഒരു ടീമാണ് എന്ന് പലരും പറഞ്ഞതാണ്. ഇതുമായി കായിക നിരീക്ഷകരൊക്കെ തന്നെ ഈ രണ്ട് ടീമിനെ കുറിച്ചും പറഞ്ഞ പ്രധാനപ്പെട്ട 2 കളിക്കാർ 2 ടീമിലും ഉണ്ടായിരുന്നില്ല. യുവനിരയാണ് ഈ 2 രാജ്യങ്ങൾക്കും വേണ്ടി കളത്തിലിറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതെല്ലാം മാറ്റി നിന്ന് തങ്ങളുടെ രാജ്യങ്ങൾക്ക് വേണ്ടി തുടർച്ചയായി പോരാടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ ആദ്യമായിട്ടാണ് അത്തരത്തിൽ പാകിസ്ഥാനുമായി കളി ഉണ്ടാകുന്നത്, മാച്ച് ഉണ്ടാകുന്നത്. ഈ കളിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് നിരപ്പാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. കൃത്യമായി ബാറ്റിങ്ങിലും തകർത്തടിച്ച് മുന്നേറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അഭിഷേകിന്റെ തുടക്കം, ആദ്യ ബൗളിൽ തന്നെ ബൗണ്ടറി പായിച്ചുള്ള തുടക്കം, അത് ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ്. നമ്മുടെ ബൗളിംഗ് ആകട്ടെ ബാറ്റിംഗ് ആകട്ടെ തുടക്കം ഗംഭീരമായി എന്ന് തന്നെ നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. തുടർച്ചയായി വരുന്ന സിക്സറുകൾ, ബൗണ്ടറികൾ എല്ലാം തന്നെ കൃത്യമായി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഓരോ കായിക പ്രേമിയെയും ആവേശത്തിലാഴ്ത്തുന്ന തുടർച്ചയായി സിക്സറുകൾ വരുന്നു, ബൗണ്ടറികൾ വരുന്നു. ബൗളിംഗിന്റെ സമയത്ത് വിക്കറ്റുകൾ തുടർച്ചയായി വരുമ്പോഴൊക്കെ തന്നെ വലിയ ആഹ്ലാദം കായിക പ്രേമികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സോണലിലേക്ക് വരാം. അതിനൊപ്പം അഭിഷേക് ശർമ്മയുടെ ബൗണ്ടറിയും സിക്സറുമായി ത്രസിപ്പിക്കുന്ന ഒരു തുടക്കമായിരുന്നു ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക്. പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കിയാണ് ആധികാരിക വിജയമുണ്ടായത്.